പൊങ്കാലയേക്കാൾ തിരക്കായിരുന്നു എന്റെ കമന്റിൽ നെഗറ്റീവ് പറയാൻ വന്ന ആൾക്കാരുടെ ക്യൂ. മറുപടിയുമായി നടി റെനീഷ റഹ്മാൻ. നടിയും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ റെനീഷ റഹ്മാൻ ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് ആറ്റുകാൽ പൊങ്കാല ഇടാൻ സാധിച്ചതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്ലോഗും ചിത്രങ്ങളും റെനീഷ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് റെനീഷയ്ക്ക് നേരിടേണ്ടി വന്നത്. റംസാൻ മാസത്തിൽ പൊങ്കാലയിട്ടത് ശരിയായില്ലെന്നും റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാണെന്നും കമന്റുകൾ നിറഞ്ഞു. ഇപ്പോഴിതാ വിമർശനങ്ങളിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് റെനീഷ. ഹലോ, ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. പൊങ്കാലയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം. ഫേസ്ബുക്ക് കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്ന ക്യൂ. വിട്ടേക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. കമന്റുകൾ നിൽക്കാത്തത് കൊണ്ട് ഒരു മറുപടി കൊടുക്കണം എന്ന് കരുതി. രണ്ടു തരം കമന്റുകളാണ് വന്നത്. ഒരു കൂട്ടർ പറയുന്നത് എനിക്ക് ജോലിയില്ല, അവസരത്തിന് വേണ്ടിയുള്ള ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഒരു പ്രഹസനമായിരുന്നു പൊങ്കാലയിടൽ എന്നാണ്. മറ്റൊരു വിഭാഗം പറയുന്നത് വിശ്വാസത്തോടെയോ ബഹുമാനത്തോടെയോ ചെയ്തതല്ല എന്നാണ്. ആദ്യ വിഭാഗത്തിൽപ്പെട്ടവരോട് പറയാനുള്ളത്, എല്ലാ മാസവും 1 മുതൽ 15 വരെ ഫ്ലവേഴ്സ് ചാനലിലെ സുഗമോദേവി എന്നുള്ള ഒരു സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ട്. 16 മുതൽ 30 വരെ സി കേരളത്തിലെ ചെമ്പരത്തി എന്ന പരമ്പരയും ചെയ്യുന്നുണ്ട്. ഒരു മാസത്തിൽ 30 ദിവസവും എനിക്ക് വർക്കുണ്ട്. എനിക്ക് ജോലിയും കൂലിയും സമ്പാദ്യവും ഉണ്ട്. ഞാൻ നല്ല രീതിയിൽ ഒരു കുടുംബം നടത്തുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വിമർശനം. ഞാൻ 12 വർഷത്തോളം പഠിച്ചത് ചിന്മയ വിദ്യാലയത്തിലാണ്. അവിടുത്തെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലിസയും ഒക്കെ വെച്ചിട്ടാണ്. അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളതിനാൽ ഒരു പള്ളിയിൽ പോയാൽ കിട്ടുന്ന പോസിറ്റിവിറ്റിയും സമാധാനവും എനിക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ട്. 100% വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും തന്നെയാണ് ഞാൻ ആ പൊങ്കാല ഇട്ടത്. പൊങ്കാലയിടാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പലരോടും ചോദിച്ചിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അവർ പറഞ്ഞത് ജാതി മത വർണ്ണഭേദം ഒന്നുമില്ലാതെ വിശ്വാസത്തോടെ ഏതൊരു സ്ത്രീക്കും മനസ്സും ശരീരവും ശുദ്ധമാണെന്ന് ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ് പൊങ്കാല എന്നാണ്. സീരിയലിനായി 7-8 വർഷമായി ഞാൻ തിരുവനന്തപുരത്ത് വരുന്നു. ഓഫ് ഡേയിൽ ഒപ്പമുള്ള ആർട്ടിസ്റ്റുകൾ അമ്പലത്തിൽ പോകുമ്പോൾ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ പോവാറില്ല. കാരണം അവരുടെ വിശ്വാസം അന്യമതത്തിലുള്ളവർക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ്. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ഞാനൊരു പള്ളി കണ്ടാലും അമ്പലം കണ്ടാലും ഒരു ആംബുലൻസ് പോകുന്ന കണ്ടാലും പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് ഒരു കാര്യം തന്നെയല്ലേ? സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ റെനീഷ പറയുന്നു.